ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ആക്ച്വലി കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. കാരണം ഓസ്ട്രേലിയയിൽ വന്നു, ഇവിടെ ഞങ്ങൾ ഓൾമോസ്റ്റ് സെറ്റിലായി. അപ്പം അതിൻ്റെതായ തിരക്കുകളൊക്കെ ആയിരുന്നു. പിള്ളേർ സ്കൂളിൽ പോകുന്നു, ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഷിഫ്റ്റ്, ചില സമയം ഓവർ ടൈം ചെയ്യുന്നു, അല്ലാതെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഹെൽത്ത് ലേണിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റലിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഓൺലൈൻ ഇതൊക്കെ. അപ്പം ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോഴും ഫ്രീ ആയിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇന്ന് എന്തായാലും ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഒരു വാട്ടർഫോളിലേക്കാണ്. അപ്പം ആണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാം. കുറേ നാളായി അതിനകത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യാഞ്ഞത് എന്നൊക്കെ. അപ്പം എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ. അപ്പം വിചാരിച്ചു ഓക്കെ, ഇന്നൊരു വീഡിയോ ഇടാം. ഇത് എത്ര നാളായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നെന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിവിടെ അടുത്തൊരു വാട്ടർഫോൾ, അതിൻ്റെ പേര് ശരിക്കും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഓൺ ദ വേയിൽ പറയാം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, ഞങ്ങൾ ഫാമിലി ആയിട്ട്. ഓക്കെ, അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്, ഒരു 2-2.5 മണിക്കൂറുണ്ട് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനായിട്ട്. പിള്ളേർക്കൊന്നും അത്ര കുറേ നേരം വണ്ടിക്കകത്തിരിക്കുമ്പം കുറച്ച് ബോറടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ ഇട്ട് എൻ്റർടൈൻ ആയി പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ സ്പ്രിങ് സീസണാണ്. അപ്പം കണ്ടാൽ അറിയാം, നമുക്ക് നല്ല രസമാണ് അതിൻ്റെ നേച്ചറൊക്കെ ഇങ്ങനെ ആസ്വദിക്കാനായിട്ട്. അപ്പം നല്ല ഗ്രീനറി ആയിട്ട് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് വേലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടൊരു അകത്തോട്ടൊരു വഴിയിലോട്ട് കയറി. ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് കാണിക്കുന്നത് ഈ വാട്ടർഫോളിലോട്ട്. അപ്പോൾ ഞങ്ങളൊന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്യാനായിട്ടൊന്ന് ഇറങ്ങിയതാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പ്രകൃതി രമണീയമായ ഭംഗിയാണ്. ഞങ്ങളിവിടെ ഒന്ന് നിർത്തി. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഗ്രീനറിയാണ്. ഒരു വീടാണത്, ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിലോട്ടുള്ള വഴിയാണിത്. എൻ്റെ ഒരു ഏരിയ ഉണ്ട് ആ വീടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്തോട്ട് ഒരു കുഞ്ഞു വീട്. ഹായ്, അങ്ങനെ ഞങ്ങളുടെ 3 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഈ നീയൻ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. ഇതിങ്ങനെ ഇവിടെ ഞങ്ങൾ കോഫ്സ് ഹാർബർ കഴിഞ്ഞ് ലിസ്മോർ വന്നിട്ട് ഒരു മുകളിലോട്ട് ഇങ്ങനെ ഒരു ഹില്ലിൻ്റെ പുറത്തോട്ട് കയറി വരുമ്പോഴത്തേക്കാണ് ഈ മിനിയൻ ഫോൾസ്. നമുക്ക് പോയി നോക്കാം എന്താണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെയല്ല. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു പിക്നിക് ഏരിയ പോലെയാണ്. കുറേ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി കാണിക്കാം. ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റ് നടപ്പേ ഉള്ളൂ, വളരെ അടുത്ത് തന്നെയാണ്. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നന്നായിട്ട് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത്, നല്ലൊരു പിക്നിക് സ്പോട്ടൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം ഇതത്ര ഉള്ളിലോട്ട് അത്ര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമല്ല. പക്ഷെ എന്നാലും അവരതൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതല്ല ഉദ്ദേശിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു പോകാനായിട്ട്. ഇതുണ്ട്, ഇതിങ്ങനെ വന്നിട്ട് താഴോട്ട് നല്ല വെള്ളച്ചാട്ടം. കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ അത്രയും വെള്ളമില്ലായിരുന്നു. കാരണം ഇവിടെ സ്പ്രിങ് സീസൺ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അത്ര മഴയൊന്നുമില്ല അതുകൊണ്ട്. പക്ഷെ നമ്മളിങ്ങനെ താഴോട്ട് നോക്കുമ്പം നല്ല രസമാണ്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടിയാവും. ആക്ച്വലി ഈ സ്പോട്ട് ഞങ്ങൾക്ക് ശരിക്കും അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പോയി. അപ്പോൾ അവർ പോയപ്പം ശരിക്കും നല്ല വാട്ടർ നല്ല ഹോളായിട്ട് നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായി. നമ്മൾ ആതിരപ്പള്ളിയിലൊക്കെ പോകുന്ന പോലെയുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾ സമയം അത്ര മഴയില്ലായിരുന്നുകൊണ്ടായിരിക്കും. പക്ഷേ ആ സ്പോട്ടാണ്, നല്ല രസമാണ്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാം. ഇങ്ങനെ നമ്മൾ നാട്ടിലും വേറെ നമ്മൾ ടൂറൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ നല്ല സ്പോട്ടാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തായിരുന്നു പിള്ളേരും ഒക്കെ ആയിട്ട്. എനിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ
ഈ വാട്ടർഫോളിൽ എത്തിയിരിക്കുകയാണ്. വാട്ടർഫോൾ നിങ്ങൾ കണ്ടു കാണും. മഴയില്ലാത്തതുകൊണ്ടായിരിക്കും അത്ര അങ്ങോട്ട് ഫോളില്ല. അതുകൊണ്ട് പിള്ളേർക്കാർക്കും അത്ര ഹാപ്പി അല്ല. അവർ കുറച്ചുകൂടെ ഇറങ്ങാമെന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ വാട്ടർഫോളിൻ്റെ അവിടെ അല്ല, വേറെ കുറച്ചുകൂടെ ചെറിയൊരു അരുവി എന്തെങ്കിലും കണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചാണ് വന്നേ. പക്ഷെ വന്നപ്പം സംഭവം കുറച്ച് വിപരീതമായതുകൊണ്ട്, പക്ഷെ കാണാൻ നല്ല സ്ഥലം. നമുക്ക് നല്ല പേടിയാവും ഇതിന് താഴോട്ട് നോക്കിയാൽ. മേ ബി നമ്മൾ മൂന്നാറിലൊക്കെ പോകുന്ന ആ ഒരു എഫക്റ്റ് ഉള്ളായിരിക്കും. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കാണാനായിട്ട്. കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഫീല് വരും. അതാണ് എൻ്റെ അഭിപ്രായം. ബേബി, ആർ യു ഹാപ്പി ഹിയർ? No. Why? അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി അങ്ങോട്ട് പോകണം. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് നടക്കാനായിട്ട് കുറേ ഉണ്ട്. അപ്പം ഞങ്ങൾ പോയ അന്വേഷിച്ചവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ജസ്റ്റ് വോക്ക് ചെയ്തിട്ട് നമ്മളങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് ഒരു കുന്നിൻ്റെ മുകളിലോട്ട് വോക്ക് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കോഫ്സ് ഹാർബറിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ ഫുള്ള് വേർത്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉള്ള സ്ഥലം അനുസരിച്ചിരിക്കും. നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്ത് അത്ര ദൂരം പോകുന്ന അത്ര വേർത്താന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞങ്ങൾ തിരിച്ച് കോഫ്സ് ഹാർബറിലെത്തി. ആക്ച്വലി എന്താ സംഭവിച്ചത് വെച്ചാൽ അവിടുത്തെ ഞങ്ങൾ വാട്ടർഫോൾ പോയിട്ട് കുട്ടികൾക്ക് അത്ര ഇഷ്ടമായില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അതത്ര എൻജോയ് ചെയ്യാനായിട്ട് പിള്ളേർക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്ന് എക്സ്പെക്ട് ചെയ്ത് അവർ പോയത്. പക്ഷെ അതൊന്നും സാധിക്കാത്തതുകൊണ്ട് അവരൊന്ന് ഡിമാൻഡ് ചെയ്തു ഞങ്ങളെ പാർക്കിൽ കൊണ്ടുവരണമെന്ന്. അപ്പം ഞങ്ങൾ അവരെ ജസ്റ്റ് ഇവിടെ കോക്സിലുള്ള ഒരു പാർക്കിൽ കൊണ്ടുവന്നിട്ടുമാണ്. ഇവിടെ ഒരു പബ്ലിക് പാർക്കാണ്. അപ്പം അവരൊന്ന് ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് നമുക്കൊന്ന് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ജേർണി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക് യു. നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നത് വരെ